ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും. കലയും കിച്ചൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റ് ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള വെണ്ടക്ക കറിയാണ്. അപ്പോൾ ഇതിലേക്ക് ആദ്യം കുറച്ച് നല്ല ഫ്രഷ് വെണ്ടക്ക എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തേങ്ങ മുഴുവനായിട്ട് ചിരകിയത്, അതുപോലെ തന്നെ മല്ലിപ്പൊടി 3.5 ടീസ്പൂണ്, മുളക് പൊടി 2.5 ടീസ്പൂണ്, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, പിന്നെ കുറച്ചൊരു 5-6 ചെറിയ ഉള്ളി നടുമുറിച്ചിട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് പുളിയും. ഇനി കറിക്ക് ആവശ്യമായിട്ടുള്ള അരപ്പരക്കണം. ഇതിനായിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് നമ്മൾ ചിരകി വെച്ചിട്ടുള്ള തേങ്ങ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എന്നിവ ഇട്ട് കൊടുക്കാം. കൂടെ ചെറിയ ഉള്ളിയും. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇവിടെ ഒരു 2.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഫൈനായിട്ട് അടിച്ചെടുക്കാം. ഇനി നമുക്ക് കറിക്ക് വെണ്ടക്ക ഒന്ന് വറുത്തെടുക്കണം. ഇതിനായിട്ട് അടുപ്പത്ത് ചീനച്ചട്ടി വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ ഒന്ന് ചൂടായാൽ കട്ട് ചെയ്ത് വെച്ച വെണ്ടക്ക ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. വെണ്ടക്കൻ്റെ കൊഴുപ്പൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചൂടാക്കി എടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 2 തക്കാളി, 2 പച്ചമുളക് കട്ട് ചെയ്തെടുക്കാം. പുളി നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചത് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും. ഇനി അടുപ്പത്ത് വെക്കുന്നതിന് മുമ്പായിട്ട് ചട്ടിയിലേക്ക് കട്ട് ചെയ്ത് വെച്ച തക്കാളിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് പുളിയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള വെണ്ടക്ക ഇട്ട് കൊടുക്കാം. വെണ്ടക്ക ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇത് അടുപ്പത്തേക്ക് വെക്കാം. ഇനി ഒന്ന് കറി നന്നായി തിളപ്പിച്ചെടുക്കാം. വെണ്ടക്ക വേവുന്നതിനാവശ്യമായിട്ടുള്ള സമയം തിളപ്പിച്ചെടുക്കാം. ഇനി കറി വറവിട്ട് കൊടുക്കാം. ഇതിന് ആദ്യം ഒരു ചട്ടി അടുപ്പത്ത് വെക്കാം. അതിലേക്ക് ചട്ടി ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി തുടങ്ങിയാൽ അതിലേക്ക് കുറച്ച് വറ്റൽമുളക് അല്ലെങ്കിൽ ഉണക്കമുളക് പറയും, അതും കറിവേപ്പിലയും ചേർക്കാം. ഇനി ഇത് ചൂടോടെ നേരിട്ട് ചട്ടിയിലേക്ക് ഒഴിക്കാം. അപ്പോൾ നമ്മുടെ സൂപ്പർ ആൻഡ് ടേസ്റ്റ് ആയിട്ടുള്ള വെണ്ടക്ക കറി ഇവിടെ റെഡിയാണ്. വളരെ സിമ്പിളും വളരെ ടേസ്റ്റിയുമാണ് നമ്മുടെ ഈ കറി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടാതെ ഫീഡ്ബാക്ക് എഴുതി അറിയിക്കുകയും ചെയ്യണം. താങ്ക് യു.